നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഉപയോഗിച്ച് പരാജയപ്പെട്ട മിസൈലുകളുടെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവിട്ടു നമ്മുടെ സൈന്യം. ഈ ചൈനീസ് നിർമ്മിത മിസൈലുകൾക്ക് ഇന്ത്യൻ അതിർത്തിക്കപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കി സൈന്യം. ഇനി അടുത്ത ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് പറയുന്നു സൈന്യം. വേണ്ടി വന്നാൽ തീവ്രവാദികൾക്കെതിരെ സന്ധിയില്ല സമരം തുടരുമെന്ന് വ്യക്തമാക്കുകയാണ് രാജ്യം. ഈ ഘട്ടത്തിലാണ് ഒരു പുതിയ ചോദ്യം ഉയരുന്നത്. ഇന്ത്യ ഈ പ്രശ്നങ്ങൾക്കൊരു മധ്യസ്ഥനായി അമേരിക്കയെ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നതാണ്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ മോഹൻദാസ്, ഇവിടെ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അമേരിക്ക കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു, ഇനി രണ്ടുപേർക്കും കുറച്ച് വ്യാപാരം നടത്താനുള്ള ഒരവസരം തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിന് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇനി ഈ പ്രശ്നത്തിൽ ഉണ്ടോ? തീർച്ചയായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഈ ഡൊണാൾഡ് ട്രംപ് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ തള്ളല്, അവരുടെ ഭാഷയിൽ പറഞ്ഞ ബ്രാഗിങ്, അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു മറ്റേ നമ്മുടെ ഹമാസിനെ വലിയ പൂങ്കാവനാക്കും അത് ചെയ്യുന്നു. പിന്നെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിനെ അവസാനിപ്പിക്കുന്നു പറഞ്ഞു. പിന്നെ പലസ്തീൻ അതിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ ഇതാക്കുന്നു പറഞ്ഞു. പിന്നെ ഇപ്പൊ പറയുന്നത് ഈ കാശ്മീരിന്റെ പ്രശ്നമൊക്കെ ശരിയാക്കിത്തരുന്നത് വെറും തള്ളു. ഒന്നാമത്തെ, ഇന്ത്യ ആരുടെ പിന്നാലെയൊന്നും പോയിട്ടൊന്നുമില്ല. അമേരിക്കയുടെ ഒരു സഹായം ഇന്ത്യക്ക് ആവശ്യമില്ല. കാരണം പാകിസ്ഥാന് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഒന്നുമില്ല. കാരണം അവിടെ പട്ടാള ഭരണമാണ്. 100 രൂപയുടെ സാധനമായിട്ട് നമ്മുടെ നാട്ടിൽ പറയില്ലേ, 10,000 രൂപ എഴുതിയിട്ട് പട്ടാള മേധാവികൾക്ക് പങ്കിട്ടെടുക്കുക. ഇന്ത്യയിലതല്ല, ജനാധിപത്യ നല്ല ഡിഫൻസ് ഫോഴ്സും അതിനും പുറത്ത് നമ്മുടെ ഭരണം ഗംഭീര ഭരണം, നല്ല ചങ്കൂറ്റുള്ള ആൾക്കാരാണ് അവിടെ. അതാണ്. മോദിയായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, അല്ലാതെ ഞാൻ BJP കാരനല്ല. പക്ഷെ കാണുമ്പോ, വാർത്തകളിലൂടെ കാണുമ്പോ നമുക്ക് കോരിത്തരിക്കുന്നു സാറേ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇത് തീവ്രവാദത്തിനെതിരെയുള്ള ഒരു യുദ്ധമായിരുന്നു എന്ന് അസന്നിഗ്ധമായി പറയുകയാണ് ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് മാർഷൽ ഭാരതി, എയർ മാർഷൽ ഭാരതി പറയുന്നത്. നമ്മുടെ സംവിധാനത്തിനെ ഒരു ഘട്ടത്തിലും അതിജീവിച്ച് മുന്നോട്ട് വരാൻ പാകിസ്ഥാൻ ആയുധങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് എയർ മാർഷൽ പറയുകയാണ്. എയർ മാർഷൽ ഭാരതിയുടെ ആ വാക്കുകൾ ഇന്ത്യൻ ജനതയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ശ്രീ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, നമസ്കാരം സാർ. നമസ്കാരം. ഈ സൈനിക നേതൃത്വത്തിന്റെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ഒരു ദേശാഭിമാനി എന്ന നിലയിൽ ശ്രീ മുഹമ്മദിന് എന്തു തോന്നി? എനിക്ക് തോന്നിയതേ, ഒന്ന് ട്രംപ് പറഞ്ഞതാണ്. ട്രംപ് ഇപ്പൊ വലിയ ആളായിക്കാണ്ട് പറഞ്ഞു ഞാനാണ് അതൊക്കെ റെഡിയാക്കിയത്, ഞാൻ പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ തീർന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു. ഇവിടുത്തെ അതിന്റെ 2 നേതാക്കളും കൂടിയിട്ട് അവിടെ ചർച്ച ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് ഒരു പരിപാടിയിൽ എത്തിക്കഴിഞ്ഞ് നിന്നു എന്ന് മാത്രമല്ല, നിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ എന്തോന്ന് തോണ്ടി എന്നൊക്കെ പറഞ്ഞു. അതും കഴിഞ്ഞൊക്കെ നിന്നു. ഇപ്പോ ഓല് സാധനം നഷ്ടപ്പെട്ടു, അത് യുദ്ധം ചെയ്യാൻ കൊടുക്കുന്ന സാധനം അത് മോശമാണെന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ടൊന്നും തകർന്നു വീണ ആ സംവിധാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വളരെ നന്ദി. നമുക്ക് ധാരാളം പ്രേക്ഷകരുണ്ട്. ഞാൻ ശ്രീ മുഹമ്മദ്, നമുക്ക് സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് തുടർന്നും സംസാരിക്കാം. ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ ബിജു മഞ്ഞളി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി എന്നോടൊപ്പം എന്നോട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഷിജു നമുക്കൊപ്പം ചേർന്നുണ്ട്. ഓക്കെ, അപ്പം നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നു. ഏതായാലും ഒരു വലിയ സന്ദേശം സൈന്യത്തിന് നിന്ന് നൽകാൻ കഴിഞ്ഞു. അവരുടെ ആ മുഖഭാവം കണ്ടാൽ ഒരു കാര്യം വ്യക്തമാണ്, അത് വിജയത്തിൻ്റെ മുഖഭാവമാണ്, അത് ആത്മസംതൃപ്തിയുടെ മുഖഭാവമാണ്, അത് ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറ്റിയതിൻ്റെ ഒരു മുഖഭാവമാണ്. ആ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇനി ഇതുപോലുള്ള ഒരു പ്രശ്നമുണ്ടായാൽ അത് നേരിടാൻ സദാ സന്നദ്ധമാണ് നമ്മുടെ സൈനികർ എന്നതാണ്. യെസ്, നമ്മുടെ അപ്പം ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ദിവാകരൻ, ശ്രീ ദിവാകരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിന്റെ ആവശ്യം ഇനി ഇന്ത്യക്കുണ്ടോ?
അതിനു മുമ്പില് ആ. ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാല് ഭയങ്കര ശക്തിയുള്ള ഒരു രാജ്യമാണ്. അതായത് പിന്നെ ആനയും അമ്പായങ്ങയും പോലെ പാകിസ്ഥാനും പിന്നെ ഇന്ത്യയും പിന്നെ ഇന്ത്യനെ പേടിച്ചിട്ട് പിന്നെ വിറച്ച് കളിക്കുന്ന രാജ്യ. വ്യക്തമാണ്. ഓക്കെ, നമുക്കിന്ന് കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്. മെഹബൂബ് റഹ്മാൻ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഷിജു എൻ്റെ കോട്ടൊക്കെ എന്താണ് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് എൻ്റെ സ്വന്തം കോട്ടല്ല, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള കോട്ടാണ്. കിരൺ ബാബു എന്താണ് കോട്ട് ഉപയോഗിക്കാത്തത് എന്ന് ചോദിക്കുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഈ കോട്ട് ഉപയോഗിക്കുന്നതിൻ്റെ രഹസ്യം പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷിജുവിനോടും ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അത് അധികം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സൈന്യം ഒരു ബഹുതല ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട് പ്രതിരോധ മേഖലയിൽ എന്ന് സൈനികർ വിശദമാക്കുന്നു, സൈനിക നേതൃത്വം വിശദമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജമ്മു ആൻഡ് കശ്മീരിൽ ഒമർ അബ്ദുള്ള അവിടെ പുഞ്ചും അതുപോലുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു എന്ന വാർത്ത വരികയും ചെയ്യുന്നു. അതോടൊപ്പം ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത് ഇഫ് തോംസൺ ഡിഡിൻ ഗെറ്റ് യാ ലിലി മോസ്റ്റ് എന്ന ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ പ്രയോഗമാണ്. 1970 ആഷസ് മത്സരം നടക്കുന്നതിനടുത്ത് ജെഫ് തോംസണും അതുപോലെ ഡെന്നിസ് ലിലിയും പറ്റിയുമുള്ളൊരു പരാമർശം. ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ അടുത്തയാൾക്ക് പറ്റും എന്ന തരത്തിലൊരു പ്രയോഗം അന്നുണ്ടായിരുന്നു. അതുപോലെയാണ് നമ്മുടെ സംവിധാനങ്ങൾ. ഒരു സംവിധാനത്തിന് തടയാൻ കഴിയാതെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അടുത്ത സംവിധാനം അത് തടയും ഏത് ആക്രമണവും എന്ന് പറയുന്നു. ഒട്ടനവധി ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഇന്ന് സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ വളരെ സുപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക്, ടെറർ ക്യാമ്പുകളിലേക്കാണ് ആക്രമണം നടത്തിയത്. നമുക്കറിയാം പാകിസ്ഥാനിലെ സുപ്രധാനമായ ടെറർ ക്യാമ്പുകളാണ് ഈ സവായ് നല്ല, അതുപോലെ സെയ്ദ്ന ബിലാൽ, മർക്കസ് ഇ അക്സ, അതുപോലെ ചേലാബന്ദി തുടങ്ങിയ നിരവധി, ബാഗൽകോട്ടുണ്ട്, ഗുൽപൂറുണ്ട്, കോട്ട്ലിയുണ്ട്, അങ്ങനെ നിരവധി പ്രദേശങ്ങൾ അവിടെ ഈ സർജാൽ പോലുള്ള പ്രദേശങ്ങൾ, മുർദിക് പോലുള്ള, ബാഹവൽപൂർ പോലുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ പലതും ഈ 9 കേന്ദ്രങ്ങൾ നിലംപരിശമാക്കാൻ ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞു എന്നതാണ് അവിടെ സുപ്രധാനമായി വരുന്നത്. അതിൽ ബഹാവൽപൂർ പെടുന്നു, സർജാൽ പെടുന്നു, അതുപോലെ ബർണാല പെടുന്നു, ബറാലി പെടുന്നു, ഗുൽപൂർ പെടുന്നു, ബാലക്കോട്ട് പെടുന്നു, അതുപോലെ ഉള്ള കേന്ദ്രങ്ങൾ ഒക്കെ വരികയാണ്. സ്വാഭാവികമായും അതുപോലെ റൺവേകൾക്കെതിരെ ഇന്ത്യയുടെ ആക്രമണം വ്യോമതാവളങ്ങൾക്ക് നേരെ പ്രധാനമായി ഉണ്ടായിരുന്നു. നൂർഖാൻ എയർബേസാണ് തകർന്നത്, അതുപോലെ തന്നെ റഹീം ഖാൻ എയർബേസും തകർന്നു. രണ്ടും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ. അവിടെ റൺവേ ഒരുപക്ഷെ പെട്ടെന്ന് നേരെയാക്കിയൊക്കെ എടുക്കാൻ കഴിയും. പക്ഷേ അത് നൽകുന്നൊരു സന്ദേശമുണ്ട്, എവിടെയും ഒളിച്ചിരിക്കാൻ ആ പാകിസ്ഥാനിൻ്റെ മണ്ണിൽ ആർക്കും കഴിയില്ല, അതെല്ലാം ഇന്ത്യക്ക് കയ്യെത്തും ദൂരത്തിലാണ് എന്ന ഒരു കൃത്യമായ സന്ദേശം നൽകാൻ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, എന്നോടൊപ്പം മുക്രി ചേരുന്നു. ഓക്കെ മുക്രി, അതുപോലെ അരുന്ധതിയും എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഓക്കെ, അവരെല്ലാം യൂട്യൂബിലാണ്. മുജീബ് റഹ്മാൻ എനിക്ക് റോസാ പുഷ്പങ്ങൾ അയച്ചു തരുന്നു. ഓക്കെ മുജീബിനും എൻ്റെ ചുവന്നു തുടുത്ത റോസാ പുഷ്പങ്ങൾ ഞാനും അങ്ങോട്ടേക്ക് അയച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ, ഇന്ന് സൈന്യം പുറത്തുവിട്ട കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. മോഹൻ, ഇത് സൈന്യം ഇന്ന് കൂടുതൽ मिश्रण किया गया. इसलिए आपने देखा कि जब जब पाकिस्तान एयरफोर्स ने हमारे एयरफील्ड्स और लॉजिस्टिक इंस्टॉलेशंस में मरण होगा അതാണ് ഈ ദൃശ്യങ്ങളാണ് നമ്മൾ ഉയർത്തുന്ന ചോദ്യം. നമുക്ക് അമേരിക്കയുടെ മധ്യസ്ഥത അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ മധ്യസ്ഥത ആവശ്യമുണ്ടോ? ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാൻ shoulder fired man pads and the well trained Indian air defense personnel.
brought together as an efficient and effective AD environment by the integrated the OSA-AK and the LLAD guns in countering the Pakistan. Here, ladies and gentlemen, I would like to mention the screen is a probable enemy PL-15 missile, which is of Chinese origin. Weapon system or weapon which was ചൈനീസ് ആക്രമണം, ചൈനീസ് നിർമ്മിതമായ PL-15 മിസൈലുകളുടെ ആ കിടപ്പാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ മിസൈലുകൾ സത്യത്തിൽ ചൈനയ്ക്ക് കൂടി നൽകുന്ന ഒരു സന്ദേശമാണ്. ഒരു യുദ്ധത്തിനും ഒരു രാജ്യത്തിനും ഇതുപോലെയുള്ള ഉപകരണങ്ങൾ നൽകരുത്, നൽകി അവരെ പറ്റിക്കരുത് എന്നതിൻ്റെ കൂടി ഒരു സന്ദേശമാണ് ഈ ദൃശ്യങ്ങൾ. ഒരു മുഖവിലയ്ക്കും എടുക്കാൻ കഴിയാത്ത, ഒരു ആക്രമണ ശേഷിയുമില്ലാത്ത ഇതുപോലെ ഒരു രാജ്യത്തെ ഇതുപോലെ നാണം കെടുത്തുന്ന തരത്തിലുള്ള മിസൈലുകളാണ് അവിടെ നിന്ന് തൊടുത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് ആ എയർബേസിലെ റൺവേ തകർന്നതിന് ദൃശ്യങ്ങൾ കാണാം. അതുപോലെ പാകിസ്ഥാനിൽ നടന്ന ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. യെസ്, പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് പ്രദീപ് ചേരുന്നു. പ്രദീപ്, ഈ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. I am very proud of the strong and unwavering powerful leadership of India and Pakistan. അദ്ദേഹം പറയുന്നത് millions of good and innocent people could have died. അത് ഈ ഒരു യുദ്ധം തടയാൻ തനിക്ക് കഴിഞ്ഞു എന്നതാണ്. അങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു ആഭ്യന്തര കാര്യത്തിൽ ഒരു മൂന്നാമതൊരു രാജ്യത്തെ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടോ? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം മിസ്റ്റർ മനു. ഫസ്റ്റ് പറഞ്ഞോട്ടെ, അതിനൊരു തള്ളായി മാത്രം കണ്ടാ മതി. ഒന്നാമത്തെ കാര്യം തള്ളാൻ ഒട്ടും അന്നൂടെ ആളാണല്ലോ. പിന്നെ ഇത് ആദ്യം വിജയാശംസകൾ എല്ലാവർക്കും. ഒപ്പം മിസ്റ്റർ മനു, ഇതിനകത്തൊരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്തൊരു കാര്യമാണ്. ഒരു മീഡിയേറ്ററായിട്ട് വന്നിട്ടില്ല. അവരുടെ ഇതൊരു വല്ലാത്തൊരു തലത്തിലോട്ട് മാറി. താങ്കൾ കാണിച്ച ആ വിഷ്വലിൽ തന്നെ ഒരു എയർപോർട്ടിന്റെ പേര് ഞാൻ പറഞ്ഞത്, അത് ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ളതിന്റെ തൊട്ടടുത്താണ്. ആ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ലീക്ക് ഉള്ളതായിട്ട് ഇപ്പോഴും ചില ന്യൂസ് ചാനൽസ് കാണിക്കുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ അമേരിക്കയുടെ ഒരു ന്യൂക്ലിയർ ഡിസ്ട്രോയർ സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു വിമാനം അവിടെ ആ ടൈമിന് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്കിത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മിസ്റ്റർ മരണു, ഇപ്പൊ ഇന്ന് ഇതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു ന്യൂസ് കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടതാണ് ഓപ്പൺ ചെയ്തപ്പോ. ട്രംപ് വന്നിട്ട് ആ താരിഫ് എടുത്തു മാറ്റി. ശ്രദ്ധിച്ചായിരുന്നോ? അതെ, ചൈനയുമായി ഒരു രമ്യതയിലേക്ക് കടക്കുകയാണ്. ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞു, ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ സ്റ്റോറി ഈസ് ചൈന. കാരണം ചൈനയ്ക്ക് ഇന്ത്യ വളരുന്നത് ഒരിക്കലും ഇഷ്ടമില്ല. അതുകൊണ്ട് പാകിസ്ഥാനെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അത് ഇന്ത്യക്കകത്ത് അസ്ഥിരമായി, ഇന്ത്യ സ്വസ്ഥമായി നടക്കില്ല, ഇന്ത്യക്കകത്ത് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക, ഇന്ത്യ സുരക്ഷിതമല്ലെന്നുള്ള നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ ട്രംപും ചൈനയുമായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. ഇന്റർനാഷണൽ ഈ ഒരു കാര്യം വന്നപ്പോൾ, ഇന്ത്യക്കകത്ത് ആ തീവ്രവാദ ആക്രമണം വന്നപ്പോൾ തന്നെ പല കമ്പനികളും ഒന്ന് ഹോൾഡായി. So ഇതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ചൈനയാണ്. സോ പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന ആൻഡ് പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് തുർക്കി ആൻഡ് അസർബൈജാൻ ആൻഡ് വൺ മോർ കൺട്രി ഈസ് മലേഷ്യ. സോ ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഈ തരം രാജ്യങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ, പ്ലീസ് ഡു ദാറ്റ്. ദേ ആർ ഓൾവേസ് അവർ എനിമി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഏതായാലും പ്രതിപാദിക്കുന്നത് പാകിസ്ഥാൻ ആർമിയുടെ ബേസായ നൂർഖാൻ ആണ്. പാകിസ്ഥാൻ ആർമി എയർബേസായ നൂർഖാൻ ചക്ലാല എന്ന എയർബേസ് എന്ന രീതിയിൽ പണ്ട് അറിയപ്പെട്ടിരുന്നതാണ്. അത് ലൊക്കേറ്റഡ് ഇൻ റാവൽപിണ്ടിയാണ്. അത് പഞ്ചാബ് പ്രോവിൻസിലാണ്. അപ്പോൾ അവിടെ വളരെ ഈ എയർബേസ് എന്ന് പറയുന്നത് അത് എയർ മൊബിലിറ്റി കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടറായാണ് അറിയപ്പെടുന്നത്. അവിടേക്ക് വരുന്നൊരു ആക്രമണം വലിയ ഒരു പ്രത്യാക്രമണമായി മാറും. പക്ഷേ ഇപ്പോൾ പ്രദീപ് സൂചിപ്പിച്ച ആ ഒരു വിഷയം, ഈ ന്യൂക്ലിയർ സ്റ്റേഷൻ ഇതിന് സമീപത്തുണ്ടെന്നും അത് ഒരു ന്യൂക്ലിയർ ലീക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സംശയം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രതിവാദങ്ങൾ വരികയാണ്. അതൊക്കെ പക്ഷേ സ്ഥിരീകരിക്കണം. നമുക്ക് സൈനികമായ ഒരു നേതൃത്വം അത് സ്ഥിരീകരിക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. പാകിസ്ഥാനെ അങ്ങനെ ഒരു യുദ്ധം പെട്ടെന്ന് നിർത്തിക്കാനുള്ള സമ്മർദ്ദത്തിലേക്ക് നീങ്ങിയത് ഈ നൂർഖാൻ എയർബേസിലെ ആക്രമണമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ്. പേര് കെ നാസർ. ശ്രീ കെ നാസർ, ഈ എയർബേസുകളിൽ നടത്തിയ ഒരു പ്രഹരം അതാണോ പാകിസ്ഥാനെ പിന്നോട്ടടിച്ചത്, അതോ ബലൂചിസ്ഥാനിൽ നിന്ന് വരുന്ന ആഭ്യന്തര പ്രശ്നമാണോ, അതോ അമേരിക്കയുടെ സമ്മർദ്ദമാണോ? താങ്കൾ എന്താണ് കരുതുന്നത്? സാറേ, എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് മൂന്നുമല്ല. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇന്ത്യയുടെ
കരസേനയും അതുപോലെ തന്നെ നമ്മുടെ നാവികസേനയും അതുപോലെ തന്നെ നമ്മുടെ പട്ടാളവും ഇവരുടെ ഒന്നിച്ചു നിൽപ്പും നമ്മുടെ ഭരണകൂടത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇന്ത്യക്ക്. അതാണ് ഞാൻ ആ ഉത്തരം കേൾക്കാനാണ് നാസർ ആഗ്രഹിച്ചത്. ഓരോ ഇന്ത്യൻ പൗരനും ഈ നാസർ ചിന്തിക്കുന്നത് പോലെയാണ് ചിന്തിക്കുന്നത്. നമ്മളിൽ നമുക്കുള്ള ആ വിശ്വാസമാണ് നാസറിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. അതാണ് ഒരു ഇന്ത്യക്കാരന്റെ ശബ്ദം. ഏതായാലും ഇന്ന് 8 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ വരാം. നാസറിന് തുടരാം. വളരെ കറക്റ്റായ ഒരു നിരീക്ഷണം നാസർ നടത്തിയിരിക്കുക. യെസ്, എനിക്ക് തോന്നുന്നു നാസർ ടി വിയിലേക്ക് ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, കൃഷ്ണകുമാർ ആലുവയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. കൃഷ്ണകുമാർ, ഒരു ശക്തമായ സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. അതിന് ചുരുങ്ങിയ ഒരു 24 മണിക്കൂർ കൊണ്ട് അത് ലോകരാജ്യങ്ങൾക്ക് വ്യക്തമാകുകയും ചെയ്തു. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് കണ്ടു. കടലിൽ നമ്മളുടെ ആ ഒരു തന്ത്രപ്രധാനമായ പോസ് കണ്ടു. അവിടെ നിന്ന് ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ താങ്കൾക്ക് ഈ നിമിഷം എന്തു തോന്നുന്നു? നമസ്കാരം സർ. നമസ്കാരം കൃഷ്ണകുമാർ. നമ്മുടെ ആംഡ് ഫോഴ്സസിന്റെ ശക്തി മാത്രമല്ല ഇവിടെ വെളിവായിരിക്കുന്നത്, നമ്മുടെ ആംഡ് ഫോഴ്സസിന്റെ ഒരു ഉത്തരവാദിത്വ ബോധം കൂടിയാണ്. ഒന്നാമത് നമ്മൾ ആക്രമിച്ചത് അവരുടെ ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ മാത്രമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ അവരുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് പോലും ടച്ച് ചെയ്തില്ല. പിന്നെ നമ്മളെ അവിടുത്തെ മിലിറ്ററി ആക്രമിച്ചപ്പോഴാണ് നമ്മൾ അവരുടെ ആംഡ് ഫോഴ്സസിന്റെ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ പോലും സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് ആക്ച്വലി ലോകത്തോട് നമ്മൾ ഉറച്ച സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു റെസ്പോൺസിബിൾ നേഷനാണ്. ലോക സമാധാനത്തിന് വേണ്ടി എന്ന് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മളെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഓരോ പൗരനും ഇപ്പോൾ വളരെയധികം ആശ്വാസത്തോടെ ഇന്ത്യയിലിരിക്കാം. ഒരു മിസൈലും ഒരു ഡ്രോണും ഒരു എയർക്രാഫ്റ്റും നമ്മുടെ അതിർത്തി ഭേദിക്കില്ല. അത്ര ശക്തമായ ഒരു ഡിഫൻസ് സിസ്റ്റം നമ്മുടെ സംവിധാനത്തിനുണ്ട്. അതാണ് വ്യക്തമായാണ് താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഏതായാലും പ്രധാനമന്ത്രി രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അത് ആദ്യത്തെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ അഭിസംബോധനയാണ്. രാജ്യം അത് സകൂതം കാത്തിരിക്കുകയാണ്. മാത്രവുമല്ല, ആ അഭിസംബോധന രാജ്യത്തിൻ്റെ നിലപാട് എങ്ങനെ എത്രമാത്രം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു, ഈ വിജയാഹ്ലാദം എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം എന്ത് തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. നമ്മുടെ നാട് നേടിയ ഈ മഹത്തായ വിജയം ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടത് എങ്ങനെ എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ ഇന്ന് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിൽ ഒരു കാര്യം, നമ്മുടെ മൾട്ടിപ്പിൾ സെൻസേഴ്സിൻ്റെയും അതുപോലെ ഇൻപുട്ട് സർവൈലൻസിൻ്റെയും ഒക്കെ ഒരു മികവ് ഇന്ന് സൈന്യം വ്യക്തമാക്കുന്നു. അത് കണ്ടിന്യൂസ് സർവൈലൻസ് നടത്താൻ, തുടർച്ചയായ നിരീക്ഷണം നടത്താൻ, അതുപോലെ എതിരാളികളുടെ ആക്രമണത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ കൃത്യമായി പ്രത്യാക്രമണം നടത്താൻ, എക്സ്റ്റൻഡഡ് റേഞ്ചിലേക്ക് നീങ്ങാൻ ഒക്കെ കഴിയുന്ന നമ്മുടെ സംവിധാനത്തിൻ്റെ മികവാണ് ഇന്ന് സൈന്യം എടുത്തു പറഞ്ഞത്. അതുപോലെ all these are conducted under an umbrella of comprehensive and efficient layered fleet air defense mechanism that cater to all threats, be it drone, high-speed missile aircraft, both fighters or aircraft as well as surveillance aircraft. നിരീക്ഷണ വിമാനങ്ങളായിക്കോട്ടെ, ഫൈറ്റർ ജെറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈ സ്പീഡ് മിസൈൽ എയർക്രാഫ്റ്റുകളായിക്കോട്ടെ, ഡ്രോണുകളായിക്കോട്ടെ, ഏത് തരം ആക്രമണത്തെയും ഒരു കുട പോലെ വിരിഞ്ഞു നിന്ന് തകർക്കാൻ കഴിയുന്ന ഒരു പല തട്ടുകളിലുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തിനുണ്ട്. ആ പ്രതിരോധ സംവിധാനമാണ്, അതിൻ്റെ മികവാണ് ഇന്ന് ഇവിടെ പ്രകടമായത് എന്ന് നമ്മുടെ നാവികസേനയുടെ വൈസ് അഡ്മിറൽ കൂടിയായ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് AN പ്രമോദ് അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ കൃത്യമായി രാജ്യത്തിന് കാണിച്ചു കൊടുത്തതിന് ശേഷവും ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഏലിയാസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഏലിയാസിന് എന്ത് തോന്നുന്നു ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ ഈ നിലപാട് കണ്ട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. സാറിനെ കണ്ടിട്ട് കുറെ നാളായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇത്തവണ ഏലിയാസ് അത് വന്നില്ല, മിനിഞ്ഞാന്ന് വന്നില്ല. ഞാൻ ഇന്നലെ ഉണ്ടായില്ല, മിനിഞ്ഞാന്നുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് കിടക്കാം, ഞാൻ അധികം നീട്ടുന്നൊന്നുമില്ല. നമ്മുടെ ചൈനയുടെ മറ്റേ ഓലപ്പടക്കല്ല നമ്മുടെ കയ്യിൽ ഇരിക്കണം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം വലിയ സാധനമാണ്.
അത് പാകിസ്ഥാൻ അറിയില്ലായിരുന്നു. ചൈനയുടെ മുതൽ മൊത്തം നമ്മുടെ കയ്യിലുണ്ടെന്ന് ഓർത്തുള്ള പാകിസ്ഥാൻ ഇരുന്നത്. ഓക്കെ, ട്രംപിന്റെ അടുത്ത് പോയി കാൽക്ക വീണത് വട്ടം മറ്റേ പാകിസ്ഥാൻ. അതാണ് അവരുടെ പട്ടാള മേധാവി പോയി രാവിലും വെളുപ്പിനും ട്രംപിനെ കണ്ടുകൊണ്ടിരിക്കുകയത് ഇന്ത്യയോട് പറയാന്നും പറഞ്ഞു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കാറ്റ്കിറ്റ് എന്നോടൊപ്പം ചേർന്ന്, കാറ്റ്കിറ്റ് ഒരിക്കൽ എന്നോട് പറഞ്ഞു സിംഗപ്പൂരിൽ നിന്നോ മറ്റോ ഇരുന്നാണ് പൊതുവേദി കാണുന്നതെന്ന് പറഞ്ഞു. ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ആർമി നോസ് വാട്ട് ദേ ആർ സപ്പോസ് ടു ഡു എന്ന് കാറ്റ്കിറ്റ് പറയുന്നു. ഓക്കെ, അത് കറക്റ്റാണ്. സലീം എന്നോടൊപ്പം ചേർത്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ മിസൈലാണ് പൊട്ടി, അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല, അവർ എത്രയും പെട്ടെന്ന് നിർത്തിക്കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. ഓക്കെ, കേരള ബോക്സ് ഓഫീസ് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ UAE, സൗദി, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള പങ്ക് അമേരിക്കയ്ക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ പാകിസ്ഥാനെ ഈ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ 30 രാജ്യങ്ങൾ ഇടപെട്ടു എന്നാണ് അവിടുത്തെ പത്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. നമുക്ക് നോക്കാം. രവിചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന് സുനിൽകുമാർ നമുക്കൊപ്പം ചേർന്നുണ്ട്. ഓക്കെ, സുനിൽകുമാർ അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു. ജോസഫ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ജോസഫ് കേൾക്കാമോ? ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഈ DGMOയുടെയും അതുപോലെ DG-മാരായ മറ്റേ എയർഫോഴ്സിന്റെയും അതുപോലെ നേവിയുടെയും congratulations to our armed forces and let us celebrate this. കാരണം നമ്മുടെ ആൾനാശം, ഞാൻ മുമ്പ് ഒരു ദിവസം യുദ്ധത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ആൾനാശങ്ങൾ ഉണ്ടാവും, കഴിവതും യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ നമുക്ക് ഒരു ആൾനാശവും സംഭവിക്കാതെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ സാധിച്ചെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രൗഡായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ട്രംപിന്റെ സഹായമൊന്നും നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ കൂടെ അടിച്ച് തകർത്തിട്ട് നിർത്തുന്നതായിരുന്നു കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കൃത്യമാണ് ശ്രീ ജോസഫിന്റെ ഒരു പ്രതികരണം. ഏതായാലും നമ്മളവിടെ ഈ സിവിലിയൻസിന് നമുക്ക് ഒരു തരത്തിലും അവരോട് ശത്രുതയില്ല എന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഒരു പക്ഷേ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ഒക്കെ തകർന്നാൽ ഉണ്ടാകാവുന്ന ദുരന്തം ആ നാട് ഓർക്കേണ്ടതാണ്. ഏതായാലും അതൊക്കെ അവർ ഓർക്കുമെന്ന് നമുക്ക് പ്രത്യേകിക്കാം. മാളൂസ് എന്നോട് പറയുന്നു, ഒരു നല്ല ഭരണാധികാരി ഉണ്ടെങ്കിൽ ഒരു നല്ല സൈന്യവും നല്ല ആയുധങ്ങളും ഒക്കെ നമുക്കുണ്ടാകും എന്ന് പറയുന്നു. ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഓക്കെ, കാറ്റ്കിറ്റ് എന്നോട് പറയുന്നു സിംഗപ്പൂരിൽ നിന്ന് തന്നെയാണ് പൊതുവേദി കാണുന്നത്. ഞാൻ സംശയം ചോദിച്ചല്ലോ. അപ്പോൾ സിംഗപ്പൂരിലെ നമ്മുടെ മലയാളികൾക്കെല്ലാം പൊതുവേദിയുടെ ആശംസകൾ നേരണം. ഓക്കെ, അതുപോലെ രഘുനന്ദനൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ തിരുമുല്ലവാരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ നല്ലതാണ്. അടുത്ത നടപടി എന്താണ് എന്നുള്ളത് സർക്കാരിനെ അറിയാമോ എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് പ്രസന്നൻ. ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. ശ്രീ പ്രസന്നന് ഈ തകർന്നു കിടക്കുന്ന പാകിസ്ഥാന്റെ ആയുധങ്ങൾ കണ്ടപ്പോൾ ഇനി ഈ പ്രശ്നത്തിൽ ഒരു ഇടനിലക്കാരൻ ഇന്ത്യക്ക് വേണം എന്ന തോന്നലുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. എന്തായാലും ഈ അവസ്ഥയോട് കൂടിയിട്ട് ഇന്ത്യ എന്തെന്നും ഇന്ത്യക്കാരെന്തെന്നും എല്ലാവർക്കും മനസ്സിലായി. നമുക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സൗഹൃദ രാഷ്ട്രങ്ങള് അതിൽ ഇടപെടാന്ന് പറയുന്നത് സാധാരണ സംഭവിക്കാറുള്ള കാര്യം. ഉദാഹരണത്തിന് ഇപ്പൊ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന് നമ്മുടെ പ്രധാനമന്ത്രി അവരോട് ആ യുദ്ധം നിർത്താൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം US-ന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നായിരുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഒരു പാർട്ട്, സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരെയും പാകിസ്ഥാനിൽ വരെ ഇന്ത്യയിൽ വരെയൊക്കെ ഈ ഇടയ്ക്ക് ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അവരുടെയും ഒരു സൗഹൃദ സമ്മർദ്ദം, അതായത് ഈ പരമോന്നത ബഹുമതിയൊക്കെ അവര് സൗദി അറേബ്യ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ അവരുടെ ഒരു സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനങ്ങള് ഒക്കെ സംഭാഷണങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ടാവുന്നു തീർച്ചയായിട്ടും ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു. അവരിവിടെ വെറുതെ വന്നതാവൂലല്ലോ, കാര്യത്തിന് തന്നെ ആയിരിക്കും വന്നത്. അപ്പൊ ഈ ആരെയും ആ കാര്യത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. വിദേശ സമ്മർദ്ദം എന്നുള്ള നിലയിലല്ലാതെ ഒരു സംഘർഷം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും സൗഹൃദ രാഷ്ട്രങ്ങളെ പറയും നിർത്ത്, അത് ശരിയല്ല എന്നുള്ള പറയുന്ന ഒരു സമ്പ്രദായം സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദവും സൗദിയുടെ സമ്മർദ്ദവും മറ്റ് നമ്മുടെ UAE അതുപോലുള്ള സൗഹൃദ രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും.
അതിൽ ഒരു മോശമായിട്ട് ഒരിക്കലും ചിത്രീകരിച്ച് കാണുന്നത് ശരിയല്ല. വിദേശ സമ്മർദ്ദം ഉണ്ടായിട്ടാണോ പിൻവലിച്ചതെന്ന് ചോദിക്കുന്നത് അത്തരം ഒരു ചോദ്യം ബാലിശമാണ്, നിർഭാഗ്യകരമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം സമയത്ത് ഇപ്പൊ ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം, നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്, മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിശദമായ ഒരു ദിവസം സംവദിക്കാം. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു രണ്ട് പേർ തമ്മിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ അതിൽ ഒരുപക്ഷെ അത് ഒഴിവാക്കണം എന്ന ആഗ്രഹവുമായി പല ലോകരാജ്യങ്ങളും വരും. പക്ഷേ ആ ലോകരാജ്യങ്ങളുടെയൊക്കെ പരമാധികാരത്തിലേക്ക് കടന്നു കയറാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരൊട്ട് അത് വകവെച്ച് കൊടുക്കുകയുമില്ല. അപ്പോൾ സ്വാഭാവികമായി അത് ഒരു സാധാരണ സംവിധാനമാണ്. അത് ആക്രമിക്കപ്പെടുന്നവന് മാത്രമേ തിരിച്ചടിക്കേണ്ട അതിൻ്റെ പ്രാധാന്യം ചില ഘട്ടങ്ങളിൽ വ്യക്തമാകൂ. ഇന്ത്യ ഇവിടെ ഏറ്റവും കൃത്യമായ, ഏറ്റവും സൂക്ഷ്മമായ ക്ലിനിക്കൽ പ്രിസിഷൻ എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്. അതായത് എവിടെ നിന്നാണോ തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്താണോ അവിടേക്ക് മാത്രമാണ് ആക്രമണം നടത്തിയത്. ഏതായാലും ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ 2-3 കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ബോധ്യപ്പെട്ടു ലോകരാജ്യങ്ങൾക്ക്. ഒന്ന്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി, തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമാണ് പാകിസ്ഥാൻ എന്ന് വ്യക്തമായി. 2, അവിടെ നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൻ്റെ കഥ വളരെ ശക്തമായി പുറത്തു വന്നു. അത് ബലൂചിസ്ഥാൻ്റെതാണ്. ബലൂചിസ്ഥാൻ എത്രയോ കാലമായി ആ പോരാട്ടം നടത്തുകയായിരുന്നു. അവരുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും അതുപോലെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ 100 കണക്കിന് കഥകൾ ആ രാജ്യത്തിന്, ആ നാടിന് പറയാനുണ്ടായിട്ടും അത് പക്ഷേ ലോക ജനത ഇതുവരെ ഇത്ര ഗൗരവത്തോടെ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് അവരത് കേൾക്കുന്നു. ഈ ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനമുണ്ടായി. അവർ പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായി നിലപാടെടുക്കുകയാണെങ്കിൽ അവരുടെ പാകിസ്ഥാൻ്റെ ഈസ്റ്റേൺ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഈസ്റ്റേൺ ഫ്രണ്ടിൽ നിന്ന് ഇന്ത്യ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ അപ്പുറത്തു നിന്ന് ഒരു ശക്തമായ നീക്കം നടത്താൻ ബലൂചിസ്ഥാനും തയ്യാറാണ്. ബലൂജിനെ ഇന്ത്യ അംഗീകരിക്കണം എന്ന ആവശ്യം അവരും മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരികയാണ്. ഓക്കെ യെസ്. അപ്പോൾ നമുക്കൊപ്പം സുനിമോൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, രവി ചടയത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ജയകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ സുനിമോൾ അവിടെ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എസ്കെപിക്കാണ് ഹായ് എന്ന് പറയുന്നത്. ഓക്കെ, എസ്കെപിക്ക് ഞാനും ഹായ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം എന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സലീം ഐനിക്കോട് KS നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ സൈനുദാസൻ ഇന്നത്തെ സൈനിക മേധാവികളുടെ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസിൻ്റെ ഈ വാർത്താ സമ്മേളനം ശ്രീ സൈനുദാസൻ കേട്ടിരിക്കും. എന്താണ് ശ്രീ സൈനുദാസന് അതിൽ നിന്ന് വ്യക്തമാകുന്നത്? എന്ത് സൂചനയാണ് ഇതിൽ നിന്ന് പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും പഠിക്കേണ്ടത്? ചൈന ഒഴികെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഭാരതീയ സേനയ്ക്കും ഭാരതീയ ഭരണത്തിനും അനുകൂലമായിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. ഭാരതീയ സേന എന്ന് പറഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും ഒരു സേനയാണ്. അതേമാതിരി ആത്മധൈര്യവും കാരണം നമ്മുടെ പാകിസ്ഥാനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അടിച്ചമർത്താൻ കുറച്ചു സമയം കൂടി കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ അത് കൊടുക്കാതിരുന്നത് ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാവും. പക്ഷെ ഇനി ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇവരുടെ ഭീകര ഇനിയുള്ള എല്ലാം വന്ന് നമ്മൾ അടിച്ച് തകർക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല. കാരണം എല്ലാ ജവാന്മാർക്കും നല്ല ഊർജ്ജമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നല്ല അഭിനന്ദനങ്ങളാണ് എല്ലാവരും കൊടുക്കുന്നത്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. കൂടുതൽ പേർ നമുക്കൊപ്പം യൂട്യൂബിൽ ചേരുന്നു. സുനിൽ കുമാർ എന്നോട് പറയുന്നത്, സാർ നമ്മുടെ സൈന്യത്തെ പറ്റി ഓർക്കുമ്പോൾ ഓരോ രോമവും എഴുന്നേറ്റ് നിൽക്കുന്നു എന്നാണ്. അത് വളരെ ശരിയാണ്. നമുക്ക് സൈന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആ അർപ്പണബോധമുള്ള ആ ധീരദേശാഭിമാനികളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും രോമം ഒക്കെ എഴുന്നേറ്റ് നിൽക്കും. ബിഗ് സല്യൂട്ട് ടു ഓൾ ഓഫ് ദം എന്ന് സുനിൽകുമാർ പറയുന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥമായ പ്രതികരണം. ഓക്കെ, അമൃത എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഹായ് എന്ന് എന്നോട് പറയുന്നു. സുരേഷ് സ്പോർട്സ് ഗുരു നമ്മുടെ രമേഷ് കുമാർ ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഷൊർണൂരിൽ നിന്നാണ് നമുക്കൊപ്പം പൊതുവേദിയിൽ ചേർന്ന്. രമേഷ് കുമാറിനെ കുറേ ദിവസം ഞാൻ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഏതായാലും ചേർന്നിരിക്കുന്നു, അത് സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സന്തോഷം. സ്പോർട്സ് ഗുരു നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സജീഷ് കുട്ടൻ എനിക്ക് സന്ദേശം അയച്ചത്, ഇന്ത്യൻ ആർമിക്ക് ചുവന്ന വലിയ ഒരു ഹൃദയമാണ് സജീഷ് കുട്ടൻ അയച്ചിരിക്കുന്നത്. സജീഷ് കുട്ടൻ്റെ ആ ചുവന്ന വലിയ ഹൃദയം ഈ രാജ്യത്തിൻ്റെ പടയാളികൾ, പോരാളികൾ, ആ രാജ്യത്തിൻ്റെ ധീരജവാന്മാർ എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്നവർ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ സൈന്യത്തിന് നൽകുന്ന സ്നേഹാദരം തന്നെയാണ്. ഔട്ട്ഡോർ മം എന്നോട് പറയുന്നു, ഇന്ത്യൻ ആർമി വളരെ കൃത്യമായി കൊടുത്തു, ഇനി മുന്നോട്ട് പോയാൽ എന്താകുമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് പറയുന്നു. മാട്രിമി എക്സ് പറയുന്നു, അമേരിക്ക ഷുഡ് സ്റ്റേ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്നു. അങ്ങനെ
ചില ആളുകളുടെ ഒരു പ്രതികരണമുണ്ട്. എൻ്റെ ഭാരതം എൻ്റെ വിശ്വാസം എൻ്റെ ഭരണാധികാരികളുടെ വാക്കുകളിൽ എന്ന് കൃഷ്ണദാസ് പറയുന്നു. ഓക്കെ ഓക്കെ യെസ്, കശ്മീരിൻ്റെ കാര്യത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും നയമാണ് എന്ന് ജയപ്രകാശ് എന്നോട് ഓർമ്മിപ്പിക്കുന്നു. യെസ് ജയപ്രകാശ്, അത് എക്കാലത്തെയും നയമാണ്. ആ നയം തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഒരു പ്രതികരണമാണ് ഈ ചോദ്യം ചോദിക്കാൻ ഈ നാടത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ട്രംപ് കഴിഞ്ഞ ദിവസം എഴുതുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ഹാൻഡിലിൽ, അതായത് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് എഴുതുന്നു, അത് additionally I will work with both of you to see after 1,000 years a solution can be arrived at concerning Kashmir എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ട്രംപിൻ്റെ ഇടപെടൽ വേണ്ട എന്നതാണ് നമ്മുടെ നിലപാട്. ആ നിലപാട് തന്നെയാണ് നമുക്ക് കൃത്യമായി ഉറച്ച് പറയാനുള്ളത്. അപ്പോൾ അത് ആ ട്രംപിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നമുക്ക് ആവശ്യമില്ല എന്നത് തന്നെയാണ് വളരെ കൃത്യമായ നിലപാട്. ഞാനും ആ നിലപാടുള്ള ആൾ തന്നെയാണ്. ഓക്കെ, ഗോപനസ് പറയുന്നു ഇന്ത്യയുടെ നല്ല തീരുമാനം എന്ന് പറയുന്നു. ജയപ്രകാശ് അഭിപ്രായം പറയേണ്ടത് ഓക്കെ എന്ന് പറയുന്നു. ഓക്കെ, നോബി ഗിരീഷ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. സ്റ്റിബി സിൽവറി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന് ചുവന്ന ഹൃദയം അയച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ന്യൂസ് 18-ൻ്റെ പ്രേക്ഷകർ പലരും വലിയ ചുവന്ന ഹൃദയങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് അയക്കുകയാണ്. നമ്മുടെ സൈനികർ എവിടെയൊക്കെ ഇരുന്ന് പൊതുവേദി കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് അവർക്ക് വേണ്ടിയാണിത് എന്നവർക്ക് മനസ്സിലാക്കാം. അവരെ അത്രമാത്രം ഈ രാജ്യം സ്നേഹിക്കുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്കൊപ്പം അമൃത ചേരുന്നു, SKP ചേരുന്നു, എല്ലാവരും ചേരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. അരവിന്ദ് ദാസ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അരവിന്ദ് ദാസാണ് പാലക്കാട്. എവിടുന്നാണ്? അരവിന്ദ് ദാസ് ആലത്തൂർ. അരവിന്ദാക്ഷൻ. ഓക്കെ, അതെ അതെ. ഞാൻ അരവിന്ദ് ദാസ് എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വേറൊരു അരവിന്ദ് ദാസ് ആരെങ്കിലും ആയിരിക്കും. അരവിന്ദാക്ഷൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അതെ, നമ്മുടെ ലോകത്തിന് മുമ്പിൽ നമ്മുടെ സേന ആധുനിക സേനയാണെന്ന് തെളിയിക്കാൻ പറ്റിയ അവസരമായിരുന്നു ഇത്. നമ്മുടെ ചോദ്യം അമേരിക്ക മധ്യസ്ഥത വേണം. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും മറ്റേ പുരോഗതി രാജ്യവും. ഓക്കെ, എന്തോ ടെലിഫോൺ നമുക്ക് ജാംനഗറിൽ നിന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഡേവിഡ് വിജയ് നമുക്കൊപ്പം ചേരുന്നു. ഡേവിഡ് വിജയ്, അവിടെയൊക്കെ ഈ ഡ്രോണുകളൊക്കെ പറക്കുന്നതിൻ്റെ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ ചെറിയൊരു എന്താ സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്നതാണ്. സൈന്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു, എങ്കിലും ഡ്രോണുകൾ വരികയും അത് സാധാരണക്കാരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിലാക്കുകയൊക്കെ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും നടന്നില്ല എന്നറിയുന്നതിൽ വലിയ സന്തോഷം. ഡേവിഡ് വിജയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എയർഫോഴ്സിന്റെ ട്രെയിനിങ് നൽകുന്ന ഒരു വലിയ സ്റ്റേഷനാണിത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും എന്താ പറയുക സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഈ വലിയ റഫാലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ യുദ്ധം ഇല്ലാത്തപ്പോഴും ഇരിക്കുന്ന ആളാണല്ലോ. ആ സമയത്തും ഭയങ്കര സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ എന്റെ മകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സംഗതി ചെയ്യുന്ന, അതുകൊണ്ട് ഇവിടേക്കൊന്നും അവർ വെഞ്ചർ ചെയ്യാൻ മുതിരില്ല. കാരണം ഇതിനപ്പുറം നേരെ പാകിസ്ഥാനാണ്. ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാക്കി കാണില്ല പിന്നെ പല സിവിലിയൻ ഏരിയാസ് ഒന്നും. അപ്പൊ ഡേവിഡ് വിജയ് പാകിസ്ഥാന്റെ ഏതാണ്ട് ഒരു അതിർത്തിയിലാണ് ഇരിക്കുന്നത് അല്ലേ നമ്മുടെ ഇന്ത്യയിൽ? ജാംനഗർ എന്ന് പറഞ്ഞ അതിർത്തി തന്നെ. ജാംനഗർ, ദ്വാരക, ഇതൊക്കെ അത് ജയ്സാൽമീറിൽ മാത്രമാണ് അവർ ചെയ്തത്. ഈ താങ്കളുടെ ചോദ്യത്തിനുള്ള റിലവന്റ് ഉത്തരം ഞാൻ പറയാം. ഉക്രൈനും റഷ്യയായിട്ട് കുറെ കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയിട്ട്. അപ്പം അതിന്റെ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു ഇത് തീർക്കണമെങ്കിൽ 2-3 പേരുടെ പേരാണ് പറഞ്ഞിട്ട് അവർക്കേ പറ്റുള്ളൂ എന്ന്. അതിലൊന്ന് അന്നത്തെ പോപ്പ് ഫ്രാൻസിസ്, 2 നമ്മുടെ ബഹുമാന്യനായ വളരെ ആദരിക്കപ്പെടുന്ന ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പിന്നെ 3ാമതാരുടെ പേരാ പറഞ്ഞതെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഇവരൊരു മുൻകൈ എടുക്കണം. അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ പോലും മധ്യസ്ഥത വഹിക്കാൻ കഴിവുള്ള ഒരു ആളാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സും എന്നുള്ളത് വളരെ അഭിമാനപരമായ ഒരു കാര്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് ചിലവർ ഇവിടെ വാട്സപ്പ് മെസ്സേജ് അടിച്ചുവിടുന്നുണ്ട് ഈ BJP-യോടുള്ള എതിർപ്പ്. രാഷ്ട്രീയം ഇതിൽ പറയല്ല. ട്രംപ് പറഞ്ഞത് കേട്ടിട്ടാണ് ഇവിടെ യുദ്ധം നിർത്തിയെന്നുള്ളത് ട്രംപ് പറഞ്ഞറിയേണ്ടി വന്നു എന്നൊന്നും. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടും ഇവിടെ ഈ ഡ്രോൺ ആക്രമണം ഇതുമൊക്കെ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നവർക്ക് അറിയാം ഇതെന്തുകൊണ്ടാണ് നിന്നതെന്നുള്ളത്. പാകിസ്ഥാൻ ഈ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷിയില്ല. അതുപോലത്തെ സിറ്റുവേഷനാണ്. ഇവിടെ കറാച്ചിയിലൊരു ഷിപ്പ് കിടക്കുന്നുണ്ട് ഇപ്പോഴും. എന്താണ് മറ്റേ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ എന്തെങ്കിലും മുലക്ക് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഒന്നും സാധിച്ചില്ല. അപ്പൊ പിന്നെ അത് മാത്രമല്ല ബലൂചിസ്ഥാനിൽ അവരുടെ ഇന്റേണൽ സ്ക്വാബിൾസ്
പിന്നെ ഇത് ചുരുക്കം പറഞ്ഞിട്ട് കഷ്ടി ഇന്നലെ കിട്ടാവുന്ന കാശ് കടം മേടിച്ചോണ്ട് ഓടി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അടുത്ത ബ്ലേഡ് കമ്പനിക്കാരൻ മരുന്ന് മേടിക്കാൻ. അതുപോലെ IMF-ന്റെ പൈസ ഇന്നലെ കിട്ടി. അത് എങ്ങനെയൊക്കെ കഷ്ടിപിടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അല്ലാതെ ഇവര് പറയുന്ന കൂട്ടി ഈ ട്രംപിനോടുള്ള ഇന്ത്യയോടുള്ള വിരോധം വെച്ച് ട്രംപ് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. അതിപ്പോ പുതിയ പോപ്പ് ഫ്രാൻസിസ് പോപ്പ് ലിയോ പറഞ്ഞിട്ടുണ്ട് സമാധാനം പാലിക്കണം എന്ന് വെച്ചിട്ട് ഈ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നാൽ മതി വത്തിക്കാനില്ലെന്ന് നമ്മൾ ആരും പറയൂ. അദ്ദേഹം എല്ലാവരും സമാധാന അംശികൾ ഇത്രയല്ലേ പറയുള്ളൂ. ശരി, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നു. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. കുറെ കൂടി വിശദാംശങ്ങൾ ഈ തർക്കത്തെ സംബന്ധിച്ചും നമ്മുടെ സൈനിക നേട്ടത്തെ സംബന്ധിച്ചും ഒക്കെ പറയാനുണ്ട്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ വികസിച്ച വഴികളൊന്ന് പരിശോധിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ആദ്യത്തേത് ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാക് യുദ്ധമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ഒക്ടോബറിൽ ഗോത്ര സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർമാരും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ സൈനിക പ്രതികരണമുണ്ടായത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന് രഹസ്യനാമകരണം ചെയ്ത ഈ കടന്നുകയറ്റം 1947 ഒക്ടോബർ 27 ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയായിരുന്നു. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ധാരാളം പ്രേക്ഷകർ നമുക്കൊപ്പം യൂട്യൂബിൽ ചേരുന്നു. ഗോപൻ യെസ് എനിക്ക് ഇതൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗോപൻ യെസിൻ്റെ പ്രതികരണത്തിന് നന്ദി. ഒരു മനുജി എന്നൊക്കെ പറഞ്ഞ ഒരു ചുവന്ന ഹൃദയം. അപ്പോൾ ഒരു ചുവന്ന ഹൃദയം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഗോപൻ യെസിനും എൻ്റെ ചുവന്ന ഹൃദയം ഞാൻ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഇന്ത്യക്കാർ ഇങ്ങോട്ട് മിസൈൽ വന്നപ്പോൾ അങ്ങോട്ട് മിസൈൽ തൊടുത്തു, ഇങ്ങോട്ട് ചുവന്ന ഹൃദയങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ചുവന്ന ഹൃദയങ്ങൾ കൊടുക്കുന്നവരാണ്. അതാണ് ശ്രീ ഗോപൻ യെസിന് എൻ്റെ ആശംസകൾ. ഒപ്പം സുമ എന്നോടൊപ്പം ചേരുന്നു. ഓക്കെ സുമ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്നാണ് ശ്രീ റഷീദ്. ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ് കേൾക്കാമോ? ശ്രീ റഷീദിന് എന്ത് തോന്നുന്നു? ഈ പ്രശ്നങ്ങൾ ഒരു പാഠമാക്കി തീവ്രവാദത്തെ പുറത്താക്കാൻ പാകിസ്ഥാൻ ഇനിയുള്ള ദിവസങ്ങളിൽ തയ്യാറാകുമോ? അതായത് ഇതിന്റെ ടൈറ്റില് അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ്. പക്ഷേ വഹിക്കണമെന്നാണ് അമേരിക്ക പറയുകയാണ്, ഞാൻ വഹിച്ചോളാം എന്ന് പറയുകയാണ്. അല്ല, അമേരിക്ക ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇന്ത്യയോടൊപ്പം ഏതെങ്കിലും പ്രസിദ്ധി ഘട്ടത്തിൽ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളൊരു രാജ്യം മധ്യസ്ഥ ഞാൻ വഹിക്കണമെന്ന് ചോദിച്ചാല് അത് അവസ്ഥയോടെ നമ്മൾ തള്ളിക്കളയൂ. ഇക്കാലം വരെയും ഉണ്ടായതും ആ രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചെറിയൊരു അനുഭവം, പാവപ്പെട്ട ആളുകൾ ജോലി തേടി പോയിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്ന് ഭീകരന്മാരെ പോലെ അവർ തിരിച്ചയച്ച ഒരു സംഭവമൊക്കെ നമ്മുടെ കൺമുന്നിൽ നേരിൽ കണ്ടതാ. അങ്ങനെയുള്ള രാജ്യം മധ്യസ്ഥ വഹിക്കണോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അത് അനുവദിക്കോ? ഇല്ലല്ലോ. പിന്നെ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, നമ്മളെ സൈന്യ മേധാവികൾ വളരെ കൃത്യമായും വ്യക്തതയോടും കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് വെടി നിർത്തണമെന്ന് അവർ പറയുന്നു. DG ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ യോഗം ചേർന്ന് തീരുമാനിച്ചാണ് അങ്ങനെ തന്നെ ആവാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മേഖലകളിലൊക്കെ, അതായത് നമ്മുടെ അതിർത്തി മേഖലയിലൊക്കെ സമാധാനം വന്നിരിക്കുന്നത്. ഒരു ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും ശാന്തിയും സമാധാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനത്തെ ഒരു രാജ്യം അനാവശ്യമായി ഒരു യുദ്ധമോ അതല്ലെങ്കിൽ ഒരു ഇടപെടലുകളോ രാജ്യം നടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത 5-5:30 മണിക്ക് അവർ വീണ്ടും ചേരുന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി. ആ വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം സമാധാനത്തിലേക്ക് രാജ്യം നീങ്ങുമെന്ന്. ലോകത്തെ എല്ലാ ജനങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഒരു ജനത എന്ന് പറഞ്ഞാൽ സമാധാനത്തോട് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് ശ്രീ റഷീദ്, അങ്ങയുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ സുനിൽകുമാർ ഇവിടെ എന്നോട് പറയുന്ന പോലെ, ലാലേട്ടൻ പറഞ്ഞ പോലെ, നമ്മളെ ചൊറിഞ്ഞാൽ നമ്മൾ മാന്തം, അത് പാകിസ്ഥാൻ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ,
കറക്റ്റ്. ഏതായാലും റഷീദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം നമുക്ക് വിശദമായിട്ട് പിന്നൊരു ദിവസം സംസാരിക്കാം. ജയകുമാർ നമുക്കൊപ്പം ഉണ്ട്. അതുപോലെ സെബാസ്റ്റ്യൻ ചിറമേലിനെ കുറേ ദിവസമായി കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. കാരണം സെബാസ്റ്റ്യൻ ചിറമേൽ എൻ്റെ ഒരു വലിയ വിമർശകനാണ്. പലപ്പോഴും എൻ്റെ നിലപാടുകളെയൊക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും സെബാസ്റ്റ്യൻ ചിറമേലിനെ അത്രമേൽ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം എല്ലാ ദിവസവും പൊതുവേദി കാണാൻ വരാറുണ്ട്. ഇന്ന് എന്തോ കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ കണ്ടില്ല. അതാണ് ഏതായാലും അദ്ദേഹം ഇന്ന് വന്നിരിക്കുന്നു. അപ്പോൾ ഓക്കെ, സാലി അബൂബക്കർ എന്നോടൊപ്പം ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി അബൂബക്കർ ദുബായിൽ നിന്നാണ് ചേരുന്നത്. സാലി അബൂബക്കർ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം എന്ന തരത്തിലേക്ക് കാശ്മീരിനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അത് നമുക്ക് വിട്ടുകിട്ടേണ്ട ഭൂപ്രദേശമാണെന്നും നമ്മൾ കരുതുന്നു. അതിന് സമാധാനത്തിൻ്റെ വഴിയാണ് ഇന്ത്യ എക്കാലത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ട്രംപ് ഇങ്ങനെ താൻ കൂടി ഇതിൽ ഉൾപ്പെടാം എന്ന് പറയുന്നതിൽ നിന്ന് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്റെ പേര് ഷാലി അല്ല, ഷാലി. ഷാലി തെറ്റായി അടിച്ചു. ഷാലി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അതെനിക്കറിയാം. പ്രേക്ഷകൻ മാത്രമല്ല, ഞാൻ മിഞ്ഞാന്ന് നിങ്ങൾ യുദ്ധത്തിന്റെ കൊടുമ്പിരി ഇങ്ങനെ ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. അമേരിക്ക എന്നത് എന്താണെന്നും അമേരിക്കയുടെ ചായ്വ് എങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ആവേശത്തോടെ ആൾക്കാർക്ക് അണികൾക്കും പറഞ്ഞു കൊടുത്തു. അവര് വീണ്ടും തിരിച്ച് കുറെ ആൾക്കാർ വിളിച്ച് ഈ ഷാലി അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിനെ വിളിച്ച് പറഞ്ഞ് ചീത്ത പറയുന്ന രീതിയിൽ രാജ്യസ്നേഹമില്ലാത്ത ആളാണ്, രാജ്യദ്രോഹിയാണെന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രാജ്യദ്രോഹി എന്നൊന്നും പറയുന്നില്ല. അല്ലല്ല, അങ്ങനെയൊന്നും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയല്ല. പൊതുവേദിയിൽ പലതരം അഭിപ്രായങ്ങൾ വരും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഞാനത് കുറച്ച് ഉറക്കെ സംസാരിക്കും. മുന്നത്തെ ഒരു സംഭാഷണം നിങ്ങൾ റീപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ഞാനിതെല്ലാം കാണുന്നല്ലേ, ഞാനിവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഇനി പറയാനുള്ള കാര്യം ലൈൻ ഓഫ് ഇന്ത്യയുടെ ഭൂപടത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇന്ത്യയുടെ ഭൂപടം എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രം വരച്ച് പഠിച്ച, എന്റെ സ്കൂളിൽ വെച്ച് പഠിപ്പിച്ച എന്റെ രാജ്യത്തിന്റെ ഒരു ഭൂപടം ഉണ്ട്. നിങ്ങൾക്ക് അറിയോന്നുള്ള അറിയില്ല. ആ ഭൂപടത്തിന്റെ ഇന്നത്തെ രൂപം എന്താണ് അത് നിങ്ങൾക്കറിയോ ആർക്കെങ്കിലും? നിങ്ങൾ എന്താ പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചതും നമ്മുടെ എല്ലാ പാഠപുസ്തകത്തിലുള്ളതും ഒരേ കാശ്മീർ ഒക്കുപ്പൈഡ് കാശ്മീർ അല്ല, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ എത്ര ഭാഗം ചെത്തിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഈ ജനങ്ങൾക്കൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ആദ്യം എത്ര പോയിരിക്കുന്നു, എവിടെയാണ് LOC ഇപ്പൊ കിടക്കുന്നത്, എന്താണ് ഇന്ത്യയുടെ ഭൂപടം കറക്റ്റായിട്ട് പറയാം. ഇതാര് കൊണ്ടുപോയി? ഇതിനെതിരെ ഒരു ഭരണാധികാരികൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമ്മളിപ്പോ പാകിസ്ഥാനെ കൊല്ലും, പാകിസ്ഥാനെ അടിക്കും, പാകിസ്ഥാനെ അതിജീവിക്കും, പാകിസ്ഥാനെ ഇത് ഒന്നും ചെയ്യണ്ട. പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, പഴയ ഭൂപടം ഉണ്ടല്ലോ നമ്മുടെ, ആ ഭൂപടം കറക്റ്റ് ആയിട്ട് അതാണ് നമ്മുടെ. അല്ല, അതില് ഷാലി അബൂബക്കർ, അത് ഒരു ഇന്ത്യ എടുത്ത ഒരു നിലപാടിന്റെ ഭാഗമായി നമുക്ക് നഷ്ടമായതാണ്. ഇപ്പൊ POK നമുക്കറിയാം 13,297 സ്ക്വയർ. പറയട്ടെ, അതാണല്ലോ സ്വാഭാവികമായി. അത് കാശ്മീർ വിഷയം പഠിച്ച ആളുകൾക്കറിയാം. അന്ന് കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാശ്മീരിലെ രാജാ ഹരിസിംഗ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. പാകിസ്ഥാൻ ആ രാജ്യത്തെ, ആ സ്ഥലത്തെ, ആ രാജാവിനെ ആക്രമിക്കാൻ തയ്യാറാകുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ചേരാം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയുമായി ചേരുന്നു. ഇതിന് ശേഷമാണ് പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് കടന്നാക്രമിക്കുകയും ആ സ്ഥലത്തെ 13,297 കിലോമീറ്റർ എടുത്തുകൊണ്ടു പോവുകയും ചതുരശ്ര കിലോമീറ്റർ എടുത്ത് അവരുടെ അധീനതയിലാക്കുന്നത്. അതോടൊപ്പം ആ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ, ഗിൽജിത്, ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ അവരുടെ അധീനതയിലാക്കി. ഒരു ഭാഗം ചൈനയ്ക്ക് കൊടുത്തു. അത് ഒരു 1500 ചതുരശ്ര കിലോമീറ്ററിനോളം അടുത്ത് വരുന്ന പ്രദേശം ചൈനയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ മണ്ണിനോടൊരു സ്നേഹമില്ലാത്ത മനുഷ്യർ തന്നെയാണ് അത് അധിനിവേശം നടത്തിയത് എന്നും വ്യക്തമാണ്. അപ്പം അത് അന്ന് ഐക്യരാഷ്ട്രസഭയുടെ, അത് ആഗോള സമൂഹം നടത്തിയ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു, ഓക്കെ, തൽക്കാലം അവിടെ വെടിനിർത്താം എന്ന്. തുടർന്ന് ആ ആക്രമണത്തിലൂടെ അല്ലാതെ ആ ഭാഗം നമ്മുടേതാകാനുള്ള രീതികളിലുള്ള നടപടികൾ നമ്മൾ തുടർച്ചയായി നടത്തുന്നു. യുദ്ധത്തിലൂടെ അല്ലാതെ ഒരു പരിഹാരം തേടുന്നു. അതാണ് അതിലെ കാര്യം. പിന്നെ എന്തുകൊണ്ട് നമ്മളിപ്പോ ഈ യുദ്ധം ചെയ്യുന്നു? എന്തിനാ നമ്മൾ പാകിസ്ഥാനെ പൊളിക്കും, പാകിസ്ഥാനെ തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറയുന്നത് എന്തിനാ? സാധനം പിടിച്ചെടുക്കുക. ഇന്നത്തെ നമുക്ക് സാഹചര്യം വെച്ചിട്ട് നമുക്ക് പഴയ ഭൂമി തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്താൽ ഈ ജനങ്ങൾക്ക് പറയുന്നത് കേൾക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം, പറഞ്ഞാൽ അത് അവസാനിപ്പിക്കും. വെറുതെ നമ്മൾ കുറെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ.
ഈ അക്രമം ഇന്ത്യയുടെ 200 കിലോമീറ്റർ പ്രദേശത്തിന്റെ ഉള്ളിൽ വന്നിട്ട് 5 പേര് ആക്രമിച്ച് അവരവിടെ ചായയും കുടിച്ച് അവര് തിരിച്ചു പോവുകയെന്ന് പറയാം. 200 കിലോമീറ്ററിന്റെ എവിടെ പോയി ഈ 5 അക്രമികൾ എന്നുള്ളത്? ഈ ആരെയാണ് നമ്മൾ കൊല്ലേണ്ടത്? പാകിസ്ഥാനിലിരിക്കുന്ന തീവ്രവാദികളെയാണ് നമ്മൾ കൊല്ലേണ്ടത്. നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ നശിപ്പിച്ചു പോയ ആൾക്കാർ ഒന്നും ചെയ്യാനില്ലേ? ഈ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആര് പറയും? പ്രധാനമന്ത്രിനെ കുറിച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ പ്രധാനമന്ത്രി ഈ പറയുന്ന സമയത്ത് ഞാൻ ഇന്നലെയും മിന്നാതെ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. അതായത് ഇത്രയും വായ്പ IMF അനുവദിക്കണമെങ്കിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കഴിയണം. ഇവർ രണ്ടുപേരും അനുവദിച്ചു കൊടുത്ത പൈസ വായ്പ എന്നൊക്കെ പറയുമ്പോൾ ഇവർ വിചാരിക്കും അമേരിക്ക മാത്രമേ, പാകിസ്ഥാൻ മാത്രമേ വായ്പ എടുക്കുന്നുള്ളൂ. ഇന്ത്യ 3 ലക്ഷം കോടിയോളം വായ്പ എടുത്തിട്ടുണ്ട്. അല്ല, വായ്പ ലോകരാജ്യങ്ങൾ ഇതൊക്കെ ഞാൻ ഈ അബൂബക്കറിനോട് എനിക്ക് ഇതിങ്ങനെ ഓരോ വാക്കും മറുത്ത് പറയാൻ അങ്ങ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അന്ന് ആ സ്ഥലം കയ്യേറിയാൽ ഇന്ന് ആക്രമിച്ചു പിടിക്കുകയില്ല? ആ പ്രശ്നത്തെ അന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു മധ്യസ്ഥം നമ്മൾ അംഗീകരിച്ചു. പക്ഷേ അത് ആ ഇന്റർനാഷണൽ ബോർഡർ വേറെ, ലൈൻ ഓഫ് കൺട്രോൾ എന്ന രീതിയിൽ നമ്മളത് അംഗീകരിച്ചു. അതിനപ്പുറത്തേക്ക് ഇനിയൊരു കയ്യേറ്റം ഉണ്ടായാൽ അത് തടയുമെന്നതിനാണ് 2003 നമ്മളൊരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ സീസ് ഫയർ എന്നൊരു അഗ്രിമെന്റിൽ എത്തുന്നത്. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒട്ടനവധി ധാരണകളുടെ പുറത്താണല്ലോ ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. മാത്രവുമല്ല സാലി അബൂബക്കർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ മതതീവ്രവാദം കുത്തിവെച്ച ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഈ പാക് അധിനിവേശ കശ്മീരിലുണ്ട്. അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ളൊരു നീക്കമാണ് രാജ്യം അവിടെ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അത് ഒരു മണ്ണ് പിടിച്ചെടുക്കുന്നത് എളുപ്പമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ആ രാജ്യത്തെ കൂടി വിശ്വാസത്തിലെടുക്കുക. ഇപ്പൊ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിൽ അവിടെ വലിയ കലാപം വരികയാണ്. പാക് സൈന്യത്തിനെതിരെ, സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭം നയിക്കുകയാണ്. ഇപ്പൊ ബലൂചിസ്ഥാൻ പറയുന്നുണ്ടല്ലോ, വരൂ ഞങ്ങളെ ഏറ്റെടുക്കൂ, ഞങ്ങളോടൊപ്പം നിൽക്കൂ, ഈ പോരാട്ടത്തിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ബലൂചിസ്ഥാൻ വരുന്നുണ്ടല്ലോ. ഇത് പാക് അധിനിവേശ കാശ്മീരിലും വരും. പക്ഷെ അവിടെയുള്ള ഒരു സാഹചര്യം എന്ത്? അവിടെ ഈ തീവ്രവാദികളെ അടവെച്ച് വിരിയിക്കുന്ന ഇത്തരം ക്യാമ്പുകൾ അവിടെ നിലനിൽക്കുന്നു. അത് മനുഷ്യന്റെ സാധാരണ ബുദ്ധിയെ ഇതിങ്ങനെ മയക്കുമരുന്ന് പോലെ കുത്തിവെക്കുകയാണ്. ഈ സാഹചര്യം മാറുന്നു. കേൾക്കണം. അപ്പൊ ഒരു കാര്യം കൂടി കേൾക്കണം. എന്താ വെച്ചാല് നമ്മൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ പോകുന്നേക്കാൾ നല്ലത് യുണൈറ്റഡ് നേഷൻസോട് പറയാം, പാക് ഒക്യുപൈഡ് കാശ്മീരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയ തീവ്രവാദം നടക്കുന്നത്. നമ്മൾ ഈ ഭൂമി തിരിച്ചെടുക്കണം, ഞങ്ങൾക്ക് ഈ ഭൂമി തിരിച്ചു കിട്ടിയേ പറ്റൂ, ഇനി ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾക്ക് നഷ്ടപ്പെട്ട നമ്മളെ ഭാഗങ്ങളെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള പട്ടാള സൈന്യ ഇതുണ്ട് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തിരിച്ചു പിടിക്കുക. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. തീവ്രവാദം എന്നൊക്കെ നമ്മൾ പല രീതിയിലും പറയും. പക്ഷെ ഈ വന്ന ആൾക്കാരെ കിട്ടിയിട്ടില്ല, പോയ ആൾക്കാരെയും നമുക്കറിയില്ല ഏത് രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ ഷാലി അബൂബക്കർ, ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാം. ഈ പല ആളുകളെയും നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് കിട്ടിക്കാണില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ കിട്ടിയ പല ആളുകളും മുമ്പ് കിട്ടേണ്ടവരായിരുന്നു. അവരെയൊക്കെ ഇപ്പൊ പിടിച്ച് ഞാൻ എനിക്ക് സംശയപ്പെട്ട കാര്യം കൂടി, ഒരു തീവ്രവാദി ആക്രമണം നടക്കുമ്പോഴും ഒരിക്കലും ഒരു ജാതിയോ മതം നോക്കിയിട്ട് ആക്രമിക്കാനുള്ള സമയം അവർക്ക് കിട്ടില്ല. കാരണം അവർ ചാവേറുകളാണ്. കാരണം അവർക്കറിയാം അവിടെ ഒരു മിലിറ്ററി ഗ്യാങ് ഉണ്ടാവും, അവരായാലും വെടിവെച്ച് കൊല്ലപ്പെടും എന്നുള്ള ധാരണയിലാണ് അവർ വരിക. അല്ലാതെ അവർ പോയിട്ട് ഒരു ഹിന്ദു ആണോ മുസ്ലിം ആണോ ചെക്ക് ചെയ്യാനുള്ള അവകാശമൊന്നും അവർക്കില്ല. എന്തുകൊണ്ട് ഈ ആക്രമണത്തിൽ മാത്രം അത്തരം ഒരു രീതി വന്നതും അവർ രക്ഷപ്പെട്ടതും എന്നൊക്കെ വിശദീകരിക്കേണ്ടതും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പത്രസമ്മേളനം പോലും നടത്തില്ല, ഒരു സംഗതികളിലേക്ക് പോകാറില്ല, ഒരു കാര്യങ്ങളും നോക്കാറില്ല. അയാൾക്ക് ആ സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തി കാണും. ഒരു പത്രസമ്മേളനം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാനുള്ള കല്യാണം ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്ക് കേൾക്കാം. രണ്ടാമത്തെ അതല്ലെന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു രാജ്യത്ത് തീവ്രവാദികൾ ഇങ്ങനെ നുഴഞ്ഞ് കയറിയാൽ ഏതൊരു രാജ്യത്തിനും ഇതുപോലെയൊക്കെ ഇപ്പം നമുക്ക് അമേരിക്കൻ പ്രസിഡന്റുമാർ, ഇത്രയും വലിയ സുരക്ഷാ സംവിധാനമുള്ള രാജ്യത്ത് എത്രയോ അമേരിക്കൻ പ്രസിഡന്റുമാർ വെടിയേറ്റ് മരിച്ചിട്ടില്ലേ? നമ്മുടെ പ്രധാനമന്ത്രി വെടിയേറ്റ് മരിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഇത്രയും വലിയ സന്നാഹങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ 1000 എണ്ണം പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ 1,00,000 എണ്ണം പരാജയപ്പെടുമ്പോൾ ഒരെണ്ണം വിജയിക്കാം. നമ്മുടെ 81C കണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയില്ലേ? നമുക്കിവിടുന്ന് തീവ്രവാദികൾ വിട്ടുകൊടുക്കേണ്ടതെന്ന അതിനൊക്കെ പക്ഷെ പിന്നീട് പകരം ചോദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പം ഇവിടെ പകരം ചോദിച്ചത് ഈ
പെഹൽഗാമിന് മാത്രമല്ല, ഈ പകരം ചോദിച്ചത് നമ്മുടെ പത്താൻകോട്ടിൽ നടന്ന ആക്രമണത്തിനെതിരെയാണ്, നമ്മുടെ രാജ്യത്ത് മുംബൈയിൽ നടന്ന ആക്രമണത്തിനെതിരെയാണ്. 814C വിമാനം തട്ടിക്കൊണ്ടുപോയതിന്, എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയതിന് ഉള്ള പ്രതികരണമാണ് ഇപ്പോൾ നടന്നത്. ഇതെല്ലാം തരം കിട്ടുമ്പോൾ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു തീവ്രവാദിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ബലമായ സംശയം ഇത് അങ്ങനെ രക്ഷപ്പെട്ടോ എന്ന് ആർക്കറിയാം. സ്വാഭാവികമായും അത് പിടിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അതൊക്കെ സൈന്യം വിശദമാക്കേണ്ട ഒരു കാര്യമാണ്. ഈ അങ്ങനെ ഒരു തീവ്രവാദിക്കും അങ്ങനെ ഈ പാകിസ്ഥാനകത്ത് പോയി ഒളിഞ്ഞു താമസിക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഈ ഹാഫിസ് സയ്യിദും മസൂദ് അസറും ഒക്കെ എന്താണ് ചെയ്തതെന്നും അവരെത്ര വലിയ തീവ്രവാദികളായിരുന്നുവെന്നും ഒക്കെ ലോകത്തിന് ബോധ്യമായല്ലോ. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അവരെ ഇന്ന് തീവ്രവാദികൾ എന്ന തരത്തിൽ മുദ്രകുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലോ. അപ്പോൾ റോഗ് നേഷൻ എന്ന് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് ഐക്യരാഷ്ട്രസഭ ഒരു മധ്യസ്ഥം ഏറ്റെടുത്തത് കൊണ്ട് ആ നിലപാടിൽ നമ്മൾ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഇനി തുടരെ ഇങ്ങോട്ടേക്ക് കടന്ന് ആക്രമിക്കാം എന്നല്ല എന്നാണ് ഇപ്പോൾ രാജ്യം നൽകിയ സന്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷാലിയുടെ ടെലിഫോൺ കട്ടായി. ശിവദാസൻ ബാലരാമപുരം. ശ്രീ ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ഏതായാലും സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് താങ്കളുടെ പ്രതികരണം. നമസ്കാരം സാർ. നമസ്കാരം. കാരണം സാറിനെ പൊതുവെ നമുക്ക് സമയം തരാറില്ല. കാരണം എന്നാലും ഞാൻ പറഞ്ഞു നിർത്താം. ഇപ്പോൾ ചർച്ച ഞാൻ പല വേദിയിലും പറഞ്ഞുകൊണ്ടാണ്, പല വേദിയിലും പറഞ്ഞ കേസാണ്. ഈ അമേരിക്കൻ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല, മധ്യസ്ഥത നമുക്ക് ആവശ്യമേ ഇല്ല. കാരണം അമേരിക്കയോ രാജ്യം പറഞ്ഞല്ല ഇന്ത്യ അടിച്ചത്. ഇന്ത്യയില് മാന്യമായി ജീവിച്ച നമ്മള് പാകിസ്ഥാനോട് ഒന്നും കേൾക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ വന്ന് കൊന്നൊടുക്കിയപ്പോൾ അങ്ങനെയാണ് കയറി അടിച്ചത്. അല്ല നമ്മൾ മണ്ണിന് വേണ്ടിയോ സ്വത്തിന് വേണ്ടിയോ പോയതല്ല അവിടെ. ആദ്യം അവര് മനസ്സിലാക്കണം, ഈ പറഞ്ഞവരൊക്കെ മനസ്സിലാക്കണം. നമ്മളെ പാവങ്ങളെ കയറി കൊന്നപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു. അത് മുമ്പ് അവര് പാകിസ്ഥാൻ പറഞ്ഞു ഭീകരന്മാരാണ്. ഇവിടെ 5 പേര് വന്ന ഒരു ചവർപ്പട തന്നെയാണ്. പക്ഷെ അവിടെ ഭീകരന്മാര് വരില്ല വിശ്വാസത്തോട് പോയതാണ്. അത് കുറ്റങ്ങൾ പല സമയങ്ങളുണ്ട്. അതിന് വളരെ ചുരുക്കി പറയണം, നമുക്ക് സമയം ഞാൻ ഒരു കാരണം ഞാൻ പറഞ്ഞു. നമ്മള് എനിക്കിപ്പോ സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മള് വിചാരിച്ച് അവന്റെ പൊക്കിള് കയറി അടി കൊടുത്ത് ഭസ്മമാക്കിയിട്ട് കയറി വന്നു. ഇനി ഭസ്മമാക്കുന്ന പരിപാടി ആക്കി വെച്ചിട്ടുണ്ട്. ഈ മുമ്പേ കൊടുക്കേണ്ട കാര്യമായിരുന്നു. ഇനി നമ്മളെ ഇന്ത്യ മഹാത്മാഗാന്ധി ചത്തു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെ ചകച്ച് അങ്ങ് അറ്റായപ്പോഴാണ് നമ്മൾ ഇത് വ്യക്തമാണ് താങ്കളുടെ. ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നോടൊപ്പം ചേരുന്നു. ദേശീയ പതാകയൊക്കെ തന്നിട്ടുണ്ട്, മോദിക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അക്ഷയ് കുമാർ എന്നെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. ഓക്കെ, സന്തോഷം. ഏതായാലും അക്ഷയ് കുമാറിന് എൻ്റെ ആശംസകൾ. എന്നെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. അതുപോലെ രവി ചടയത്ത് എന്നോട് പറയുന്നത് ഭാരതത്തിൻ്റെ വിജയം, ഇന്ത്യൻ സേനയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ദിൻകൻ പറയുന്നത് 1921 കേരളം ഇത് തന്നെയല്ലേ നടന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ, അനഘ മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു അനഘ കുറേ ദിവസമായ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. കുറച്ച് എക്സാമിന്റെ കാര്യമൊക്കെ ആയിട്ട്. അനഘ പഠിക്കുകയാണ് അല്ലേ? അതെ. എന്താ പഠിക്കുന്നത്? UGC നെറ്റിനുള്ള പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പാണ്. അപ്പോൾ ഒരു അധ്യാപികയാകാനുള്ള തയ്യാറെടുപ്പാണ്, ഗവേഷകയാകാനുള്ള തയ്യാറെടുപ്പാണ് അല്ലേ? വിഷയം ഇംഗ്ലീഷ് ആണെന്ന് മറ്റോ അന്ന് എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ UGC കിട്ടട്ടെ എന്ന് ഞാൻ, വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും അതുപോലെ എയർ ഓപ്പറേഷൻസും നേവൽ ഓപ്പറേഷൻസും ഒക്കെ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളെ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു. അനഘയ്ക്ക് ഒരു യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇത് കാണുമ്പോൾ എന്ത് തോന്നി? നമ്മുടെ വളരെ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമ്മൾ പറയുന്നത് നമ്മൾ ഇതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്ററിനോട് ഒരു എന്താ പറയുക, ഒരു CNN മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവർ ചോദിക്കുന്നു, തെളിവ് എവിടെയും ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത്. അതൊരു കാർട്ടൂൺ കഥാപാത്രത്തെ പോലെ അവിടെ ഒരു പ്രതിരോധ മന്ത്രിയുണ്ട്, ഖ്വാജ ആസിഫ് എന്നാണ് അയാളുടെ പേര്. ഖ്വാജ ആസിഫ് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പിന്നീട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പം അവര് പറയുന്നു നമ്മളെ ബാംഗ്ലൂർ എയർപോർട്ട് നശിപ്പിച്ചു. അപ്പൊ ആൾക്കാർ വിശ്വസിക്കുവാണ് അങ്ങനെയൊക്കെ സമയം. ഏതോ പാരൽ യൂണിവേഴ്സിറ്റി താമസിക്കുന്ന കുറെ ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടെ താമസിക്കുന്നത്. അതെല്ലാം ഓക്കെ, നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നീടുള്ളത് ഈ അമേരിക്ക ഇടപെടല് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ട്രംപ് എന്ന് പറഞ്ഞെങ്കിൽ മറ്റേ വലിയ മൂന്നിയുടെ മാമച്ചനെ പോലെ ഒരു വ്യക്തിയാണ്. അതായത് മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കട്ടിക്കകത്ത് കിടക്കണം,
ഓട്ടോക്കകത്ത് കയറി എനിക്ക് ഡ്രൈവറാണ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. ഇതിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് എന്താന്ന് വെച്ചാൽ ഈ സീസ് ഫയർ വരുന്നതിന് ഏകദേശം പ്രയർ ആയിട്ട് 2 ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ഒന്ന് IMF ഫണ്ട്, രണ്ടെന്ന് പറയുന്നത് അവിടെ താങ്കളുടെ ന്യൂസ് ചാനലിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്, അവിടുത്തെ ന്യൂക്ലിയർ ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതായത് തെക്കോട്ട് പ്രൈം മിനിസ്റ്റർ പോയി കഴിഞ്ഞാൽ വടക്കോട്ട് പോകുന്ന ഒരു ചീഫാണ് അവിടെ ഉള്ളത്. ഇന്ത്യ മിലിറ്ററി ബേസ് അല്ലെങ്കിൽ മിലിറ്ററി രീതിയിൽ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവർക്ക് ഓൾറെഡി അറിയാം. നമ്മളൊരിക്കലും ഞങ്ങൾ വേണ്ട പാകിസ്ഥാനെ അടിച്ചു തകർക്കാൻ പോകുന്നു എന്ന് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഓരോ ദിവസം കൃത്യമായ ബ്രീഫിങ്ങിലും പറയുന്നുണ്ട് വി വോണ്ട് റീറ്റാലിയേറ്റ് ദീസ് ഡേയ്സ് ഓഫ് അറ്റാക്ക്. അതാണ് അവർ പറഞ്ഞത്. നമ്മൾ അവർ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ റീറ്റാലിയേറ്റ് ചെയ്യത്തില്ല. നമ്മൾ കാണുന്നത് മൊത്തം റീറ്റാലിയേഷൻ മാത്രം, ഒരിക്കലും ഒരു അറ്റാക്ക് അല്ല. അപ്പം അവരാണ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടാണ് ഒരു വലിയൊരു പേരൊക്കെ ഇട്ട് ഞങ്ങള് ഇന്ത്യ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് നിൽക്കുന്നത് അവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രഷറൈസേഷൻ വന്നിട്ടുള്ളത് എന്ന പേരാണ്. എന്തോ ഒരു പേരിട്ട് അവര് ഞങ്ങൾ ഇന്ത്യ യുദ്ധം, അതെ അതെ ഞങ്ങൾ ഇന്ത്യ യുദ്ധം ചെയ്യാം നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ പാകിസ്ഥാൻ ജനതയെ തകർക്കാനോ അവരെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാനോ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെറർ ക്യാമ്പ്സ് ആണ്. അത് ഇനിയും തുടരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പം ബ്ലാക്ക് ഔട്ട് വന്ന പല മിലിറ്ററി ബേസിലും ഒരു മിലിറ്ററി ബേസിൽ ജോലി ചെയ്യുന്ന ഒരു സോൾജറിന്റെ മോള് തന്നെയാണ് ഞാൻ. അപ്പം അവര് സത്യം പറഞ്ഞ് നോക്കിയത് നമ്മുടെ പല മിലിറ്ററി ക്യാമ്പ്സ് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ സിവിലിയൻസിന് മൈൽഡ് കാഷ്വാലിറ്റി എന്ന് പറയാൻ പറ്റും, ഏകദേശം എത്ര പേര് മരിച്ചു. അപ്പൊ അവര് ശ്രമിക്കുന്നത് വാർ ലൈക്ക് സിറ്റുവേഷൻ കൊണ്ട് ഇന്ത്യയെ കൊണ്ട് ഇടുക തന്നെയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഇക്കണോമി നോക്കണം, എല്ലാം അവിടെ ഒന്നും അവർക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. അതായത് സീസ് ഫയറിന്റെ ഓർഡർ വരുന്ന വന്ന് എനിക്ക് തോന്നുന്നില്ല 2 മണിക്കൂർ പോലും കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേനാണ്ട് വേറെ വഴിയിൽ എങ്ങോട്ട് പോയിരുന്നു. അപ്പം ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാറ്റിക് ഒരു രാജ്യം ഇന്ത്യയിൽ ഇപ്പം അവിടെ എന്തോ സീസ്മിക് ആക്ടിവിറ്റി നടക്കുന്നു. ഇതൊന്നും നമുക്കതിന്റെ അതിന്റെ ഇൻഡെപ്ത് എന്താ നമുക്കറിയത്തില്ല. പക്ഷെ അമേരിക്കയുടെ പ്രഷറൈസേഷൻ വന്നിട്ടുണ്ടായിരിക്കും മിക്കവാറും പാകിസ്ഥാനിൽ തന്നെയാണ്. കാരണം അവരാണ് ഞങ്ങൾ ഇന്ത്യ എന്തോ ചെയ്യാൻ പോകുന്നു. അമേരിക്ക അല്ല ഏത് ലോകരാജ്യങ്ങൾക്കും അറിയാം ഇവന്മാർ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും, ഇവന്മാർ പിന്നെ കാണത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഇന്ന് PMO നമുക്ക് നമ്മുടെ നേഷൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കണം. കാരണം ഇപ്പോഴും ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ തന്നെയാണ്. ഒരു പാനിക് ഉണ്ടാക്കാതിരിക്കാനാണെങ്കിൽ കൂടി വാർ ലൈക്ക് സിറ്റുവേഷൻ തന്നെയാണ്. കാരണം സീസ് ഫയർ ഒരിക്കലും പ്രാബല്യത്തിലല്ല, അടിച്ചാൽ തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അടി വന്നു കഴിഞ്ഞാൽ മിണ്ടായിരിക്കുമെന്നല്ല പറഞ്ഞത്, അടി വന്നാൽ തിരിച്ചടിക്കും. അതൊരു വാർണിംഗ് തന്നെയാണ്. അപ്പൊ പിന്നെ അത് ഒരു വ്യക്തി പറഞ്ഞു PMO എന്തോ ചെയ്തു. PMO ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം, എല്ലാം ഉണ്ട്. പക്ഷെ S-400 എന്ന് പറയുന്ന സാധനം കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് ഭയങ്കരമായ ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. അമേരിക്ക എതിർത്തിട്ടുണ്ട്, എന്തിന് ഇത്ര പണം എന്തിന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. S-400 എങ്ങനെയാണ് നമ്മുടെ എയർ ഡിഫൻസിന് നമുക്കൊരു നെടുന്തൂണായിട്ട് നിന്ന്, അല്ലെങ്കിൽ ഈ സുദർശൻ ചക്രം എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇന്ത്യൻ എയർ ഡിഫൻസിനെ സഹായിച്ചു എന്നത് കൂടെ നമ്മൾ മറക്കാതിരിക്കണം. വ്യക്തമാണ് അനഘയുടെ പ്രതികരണം. അത് വളരെ കൃത്യമാണ്. ഒരു വെള്ളിമൂങ്ങയിലെ കഥാപാത്രത്തെ പോലെ ഇങ്ങനെ ട്രംപ് ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞ് വരുന്നതിൻ്റെ കാര്യമില്ല എന്ന് അനഘ പറയുന്നത് വളരെ കൃത്യമാണ്. ഒപ്പം ആര്യ എന്നോടൊപ്പം കുറേ നേരം ഉണ്ടായിരുന്നു, ദേശീയ പതാകയൊക്കെ ഇടയ്ക്ക് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ കമൻറ്റ് ആര്യ, ഒരു വളരെ മനോഹരമായൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നിരാശ തോന്നുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് വേണ്ടി ഒരു സൈനികൻ നമുക്കറിയാത്ത വളരെ ദുർഘടമായ ഒരു സ്ഥലത്ത് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്ന് അനഘ എഴുതുന്നു. അതാണ് വെൻ യു ആർ ഫീലിംഗ് ലോ ചിയർ അപ്പ്, ജസ്റ്റ് തിങ്ക് ഓഫ് ദ ഫാക്ട് ദാറ്റ് someone out there, a soldier is dying for you. നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരാൾ, നമുക്ക് വേണ്ടി പോരാടാൻ തയ്യാറായ ഒരാൾ, നമ്മൾ അറിയാത്ത ഒരാൾ അപ്പുറത്ത് ഉണ്ട് എന്നത് എല്ലാ കാലത്തും ആവേശം നൽകുന്ന ഒരു പ്രയോഗം തന്നെ. ആര്യയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഒപ്പം ഈ വിഷയം നമ്മൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ ട്രംപിൻ്റെ ഇടപെടൽ വേണോ, അമേരിക്കയുടെ മധ്യസ്ഥത ഏതെങ്കിലും കാര്യത്തിൽ ഇന്ത്യക്ക് വേണമോ എന്ന ചോദ്യത്തിൽ 11% ആളുകളും അത് ഉണ്ടായാൽ കുഴപ്പമില്ലെന്ന് പറയുന്നവരാണ്. പക്ഷേ 81% ആളുകൾ ആവശ്യമില്ല എന്ന് പറയുന്നു. ഏതായാലും അനഘയ്ക്ക് പിന്തുണയുമായി നിരവധി ആളുകൾ എത്തുന്നു. പ്രതീക്ഷ പറയുന്നു അനഘ വെൽസെഡ് എന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പ്യാരും അനഘയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഏതായാലും അനഘയ്ക്കും ആര്യയ്ക്കും ഒക്കെ പൊതുവേദിയുടെ ആശംസകൾ. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.